നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രാമീണ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. തീരദേശത്ത് കാലവർഷക്കെടുതി തുടരുന്നു. വ്യത്യസ്ത പ്രദേശങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തളിക്കുളത്ത് കാറ്റിലും മഴയിലും കിഴക്കേപ്പാട്ട് പ്രമോദിന്റെ വീട് ഇടിഞ്ഞ് വീണു. നിരവധി വീടുകളിൽ വെള്ളം കയറി. തളിക്കുളം വില്ലേജ് ഓഫീസർ ബിന്ദു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത, 7ാം വാർഡ് മെമ്പർ CK ഷിജി, ശശി മാസ്റ്റർ, മിഥുൻ മോഹൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ദുരിതബാധിതരെ മറ്റിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നാട്ടിക ബീച്ച് KM UP സ്കൂളിന് വടക്ക് തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡിലെ ചെമ്പിപ്പറമ്പിൽ ഷിധീഷിന്റെ ടെറസ് വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. വലിയ ശബ്ദം കേട്ട് പുറത്തേക്കിറങ്ങിയ വീട്ടുകാർ നോക്കിയപ്പോഴാണ് തെങ്ങ് വീണ വീടിന്റെ ഒരു ഭാഗം തകർന്ന നിലയിൽ കണ്ടത്. വാർഡ് മെമ്പർ സെന്തിൽ കുമാർ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കനത്ത മഴയിൽ അന്തിക്കാട് മാങ്ങാട്ടുകരയിൽ കൊല്ലാര രാമദാസിന്റെ വീട് പൂർണ്ണമായി തകർന്നു. കുറച്ചുനാൾ മുൻപുണ്ടായ മഴയിൽ വീടിന്റെ അടുക്കള ഭാഗം തകർന്നിരുന്നു. ഇതുമൂലം ഇവർ മാറി താമസിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ വീട് പൂർണ്ണമായും നിലം പൊത്തിയത്. അന്തിക്കാട് പഞ്ചായത്തിലെ മാങ്ങാട്ടുകര 3ാം വാർഡിൽ കൊല്ലാറ രാമദാസിന്റെ വീട് ഒരു മാസം മുന്നുണ്ടായ മഴയിൽ വീണു. അടുക്കള ഭാഗം വീണിട്ട് ഞങ്ങളിപ്പോൾ വേറെ വീട്ടിലാണ് താമസം. ഇപ്പോൾ 2 ദിവസത്തെ മുന്നത്തെ മഴയിൽ വീട് പൂർണ്ണമായിട്ടും തകർന്നു. വീട്ടിലെ അമ്മയും ചേട്ടനും 2 മക്കളും അടങ്ങുന്നത് ഞങ്ങളുടെ കുടുംബം. എല്ലാവരും കൂടെ താമസം ഉണ്ടായിരുന്നു. ആർക്കും അപകടം ഉണ്ടായില്ല. രാത്രിയാണ് വീണത്. നാട്ടിക ചേർക്കരയിൽ മരം വീണ് ഓട്ടോറിക്ഷയും വീടും ഭാഗികമായി തകർന്നു. ചേർക്കര ശാന്തി ലൈനിൽ ഉണ്ണിക്കണ്ടത്ത് മുഹമ്മദിന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. വാഹന മെക്കാനിക്കായ മുഹമ്മദിന്റെ മകൻ നജിൻ പണിതുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയും അപകടത്തിൽ തകർന്നു. ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. വീടിന്റെ മുൻഭാഗത്ത് ഇരുമ്പ് ഷീറ്റിട്ട ഭാഗത്തും തകർന്നു. ആർക്കും പരിക്കില്ല. നാട്ടിക പള്ളം ബീച്ചിൽ നിന്നും നാട്ടിക ആരിക്കിരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് താലി എഴുന്നള്ളിപ്പ് നടന്നു. വർഷം തോറും നാട്ടിക ബീച്ച് പള്ളം കടപ്പുറത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ താലി എഴുന്നള്ളിപ്പ് നടത്തിവരുന്നുണ്ട്. എഴുന്നള്ളിപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന എഴുന്നള്ളിപ്പിന് പൂത്താലങ്ങളും വാദ്യമേളങ്ങളും അകമ്പടിയായി. ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ വിതരണം നടന്നു. നിരവധി മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യാനുബന്ധ തൊഴിലാളികളും ജാതിമതഭേദമന്യേ ഭക്തജനങ്ങളും പങ്കെടുത്തു. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിൽ കർക്കിടക മാസ ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു. ആദ്യത്തെ 7 ദിവസങ്ങളിലാണ് ഔഷധ കഞ്ഞി വിതരണം ചെയ്യുക. ഡോക്ടർ പൃഥ്വിഷ് പൊക്കാഞ്ചേരി നിർമ്മിച്ചു നൽകുന്ന ഔഷധ മരുന്ന് കൂട്ട് ഉപയോഗിച്ച് ഡോക്ടർ ഷാദിയയുടെ മേൽനോട്ടത്തിലാണ് നിത്യവും കഞ്ഞി തയ്യാറാക്കുന്നത്. 100 കണക്കിന് ആളുകളാണ് ഈ കഞ്ഞി സേവിക്കാനായി എത്തിച്ചേരുന്നത്. സേവാ കേന്ദ്രം പ്രസിഡന്റ് ബിജോയ് പാണാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച് ഡോക്ടർ പൃഥ്വിഷ് പൊക്കാഞ്ചേരി വിതരണം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഷാദിയ ഔഷധ സേവയുടെ ഗുണഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. NS പ്രജീഷ്, ശാന്തി, ഗിരീഷ് C എന്നിവർ സംസാരിച്ചു. വാർഡ് അംഗങ്ങളായ രശ്മി ഷിജോ, അനിത ത്രിദീപ് കുമാർ, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി MD പ്രദീപ്, വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് VJ ഷാലി, സെക്രട്ടറി AJ ഷിജോ, ജയ്ജു, ഗിരി തയ്യിൽ, തിലകൻ കുണ്ടിയാറ, ഭരതൻ വാഴപ്പുള്ളി, ധനീഷ് മടത്തിപ്പറമ്പിൽ, രഘുലാൽ വടക്കുംചേരി എന്നിവർ നേതൃത്വം നൽകി. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം നടന്നു. വലപ്പാട് ചന്തപ്പടിയിൽ നടന്ന പ്രതിഷേധം DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി CS സംഗീത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് TJ നിഖിൽ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ, ജില്ലാ കമ്മിറ്റി അംഗം DV സുസ്മിത, DYFI ബ്ലോക്ക് ട്രഷറർ അരുൺ ശിവജി എന്നിവർ സംസാരിച്ചു. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റി യുവജന പ്രതിഷേധം നടത്തി. DYFI കേന്ദ്ര കമ്മിറ്റി മെമ്പർ ഗ്രീഷ്മ ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. K സച്ചിൻ അധ്യക്ഷനായി. K അജേഷ്, CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, അരുൺ ആനന്ദ്, വൈശാഖ്, വിഷ്ണു പ്രസാദ്, നിവിൻ മനോഹരൻ, ഗായത്രി എന്നിവർ സംസാരിച്ചു. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാഴൂർ ദീപാഞ്ജലി ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ വീട്ടിൽ ഒരു വയർ ഔഷധക്കഞ്ഞി പദ്ധതി സംഘടിപ്പിച്ചു. കിടപ്പ് രോഗികൾക്ക് ഔഷധക്കഞ്ഞി തയ്യാറാക്കി 7 ദിവസം വീട്ടിലെത്തിക്കുന്നതാണ് പദ്ധതി. പരിപാടിയോടനുബന്ധിച്ച് നടന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം NN ജോഷി അധ്യക്ഷനായി. കവി ദിനേശ് രാജ, ഉമ്മർ പഴുവിൽ സൊസൈറ്റി പ്രസിഡന്റ് സജിത് പാണ്ഡാരിക്കൽ, സെക്രട്ടറി EP സൈമൺ, ട്രഷറർ EVN പ്രേംദാസ്, EP ആന്റണി, ഡോക്ടർമാരായ ധന്യ, മിഥിന എന്നിവർ സംസാരിച്ചു. കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി
കുറേ കാലങ്ങളായി ഇവിടെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ നല്ല കാര്യങ്ങളാണ് അവർ ചെയ്തു വരുന്നത്. ഞാൻ മിക്ക പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അതിലെല്ലാം എനിക്ക് വളരെയധികം സന്തോഷമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. കാരണം അവർ വളരെ ശരിയായ മാർഗത്തിൽ കൂടി മാത്രമാണ് ഈ സംഘടന കൊണ്ടുപോകുന്നത്. കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുക, അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുണ്യകർമ്മമാണ്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെയും CHC ആലപ്പാടിന്റെയും ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മസേനയ്ക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൺമുഖൻ അധ്യക്ഷനായി. CHC സൂപ്രണ്ട് ഡോക്ടർ PM മിനി, ആയുർവേദ മെഡിക്കൽ ഓഫീസർ T രജിത, ബ്ലോക്ക് PRO KK കസീമ എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ആലപ്പാട് ഹെൽത്ത് ഇൻസ്പെക്ടർ KC സന്തോഷ് സംസാരിച്ചു. തുടർന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പും ജീവിതശൈലി രോഗ പരിശോധനയും മരുന്ന് വിതരണവും നടത്തി. ചെമ്മാപ്പുള്ളി സെന്ററിന് സമീപം പെട്ടിയോട്ടം മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ചാഴൂർ ചിറമൽ മാത്യുവിന്റെ മകൻ മോബിൻ, കണ്ടശാങ്കടവ് അരിമ്പൂർ വീട്ടിൽ ആന്റണിയുടെ മകൻ അരുൺ ആന്റണി എന്നിവരെ തൃപ്രയാർ ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ എത്തിച്ചു. നാട്ടിക MA പ്രൊജക്ട്സിനുള്ളിൽ നിന്നും നേപ്പാൾ സ്വദേശിയായ യുവാവിന് പാമ്പ് കടിയേറ്റു. 19 വയസ്സുള്ള ചാമൻ താപ്പ എന്ന ആൾക്കാണ് പാമ്പ് കടിയേറ്റത്. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടുകൂടി ഗ്രാമീയ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.